സോഷ്യൽ മീഡിയയിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മുടെ കുട്ടികൾ, നമ്മുടെ കൗമാരവും നമ്മുടെ യൗവനവും പിഴച്ചുകൊണ്ടിരിക്കുന്ന അതിദാരുണമായ, വേദനാജനകമായ, ബീഭത്സദായകമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇന്നലെ സന്ധ്യയോടുകൂടെയുമായി നമ്മുടെയൊക്കെ കുട്ടികളുടെ, ചെറുപ്പക്കാരുടെ സോഷ്യൽ മീഡിയകളിലൂടെ കടന്നു വരുന്ന ഒരു പ്രളയം പോലെ പ്രചാരം സിദ്ധിക്കപ്പെട്ട ഒരു വാർത്തയാണ് റാബിയ എന്ന് പറയുന്ന ഒരു കുട്ടി. നമ്മൾ ചിന്തിക്കണം, റാഹില എന്ന് പറയുന്ന കുട്ടി സഹോദര മതസ്ഥന്റെ കയ്യും പിടിച്ചിട്ട് അഖീദ പഠിച്ച, അഖ്ലാഖ് പഠിച്ച, ദീന് പഠിച്ച, തജ്വീദ് പഠിച്ച, ഖുർആന് പഠിച്ച, അള്ളാഹുവിന്റെ മതം എന്ത് എന്ന് ഈ മതകലാലയത്തിന്റെ അകത്തട്ടിൽ വന്നിട്ട് അഭ്യസിച്ചു പോയ ഒരു കുട്ടി കോടതി മുറിയിൽ വെച്ച് തന്റെ പിതാവിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ എന്റെ ആരുമല്ല എന്ന് പറഞ്ഞ് സഹോദര മതസ്ഥന്റെ കയ്യും പിടിച്ച് രജിസ്റ്റർ മാരേജിന് കോപ്പുകൂട്ടി കടന്നുപോയത്. ആ പിതാവ് കണ്ണൂരിലെ കോടതി വളപ്പിൽ നിന്ന് മകളെ വിളിക്കുന്നു, ഓമനത്വത്തോടുകൂടെ നിലവിളിക്കുകയാണ്, മോളെ ഒന്നിങ്ങുവാ എന്ന രീതിയിൽ. ആലോചിച്ച് നോക്കണം നമ്മൾ. പതിറ്റാണ്ടുകൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പ്രളയം വന്നു, തൂഫാൻ എന്ന് പറയുന്ന പ്രളയം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രക്തത്തിൽ പിറന്ന തന്റെ പൊന്നോമന പുത്രൻ പോലും മതത്തിന്റെ പുറത്താണ്. അവന്റെ കൂടെയുള്ള ആളുകൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ധിക്കരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ഒരു സാഹചര്യം അവിടെയുണ്ടായി. വെള്ളം വരികയാണ്, പ്രളയം വരികയാണ്, വെള്ളപ്പൊക്കം വരികയാണ്. കഅബാലയം പോലും പൊളിഞ്ഞുപോയ ഒരു പ്രളയമായിരുന്നു അത് എന്ന് ചരിത്രം നമ്മളോട് പറയുകയാണ്. ആ നേരത്തെ പിതാവ് വിളിച്ചപ്പോ മകൻ പറയുന്ന മറുപടി, സആവി ഇലാ ജബരി അസ്മുനി മിനൽ മാ. വാപ്പാ, നിങ്ങളുടെ വെള്ളപ്പൊക്കം, പിതാവേ നിങ്ങളുടെ ജലപ്രളയം കടന്നു വരുന്നതിനൊരു പരിധിയില്ലേ? അതുകൊണ്ട് സആവി ഇലാ ജബരി അസ്മുനി മിനൽ മാ, നിങ്ങളുടെ വെള്ളങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ജലപ്രളയത്തിൽ നിന്ന്, നിങ്ങളുടെ ജലത്തിന്റെ പ്രവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ആ കാണുന്ന മലയുടെ മുകളിലേക്ക് കയറി രക്ഷപ്പെടുന്നതാണ്. ഇത് മകൻ പിതാവിനോട് പറഞ്ഞതാണ്. അങ്ങനെ ഒരു ചരിത്രം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ മതത്തെ പ്രബോധനം ചെയ്യുമ്പോൾ ഉണ്ടായില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, രക്തബന്ധത്തിൽപ്പെട്ട മകനെ പോലും നഷ്ടമായൊരു പിതാവ് രോദനം കൊള്ളുകയാണ്. അല്ലാഹു തആല പറഞ്ഞു പോയി, നൂഹേ, നിന്റെ മതം നമ്മുടെ മതം അവൻ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ ബന്ധു പോലുമല്ല. മകനെ പറ്റിയാണത് പറയുന്നത്. ആധുനിക സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലൂടെ ഞാൻ ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുണ്ടായ ചേതോ വികാരം മറ്റൊന്നുമല്ല, ഒളിച്ചോട്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഫോണിന്റെ ക്രമാതീതമായ ഉപയോഗം നമ്മുടെ കുട്ടികളെ മറ്റൊരാളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ പരിസരങ്ങളിലുള്ള കലാലയങ്ങളിലൊക്കെ മൊബൈൽ ഫോണിന്റെ ഉപയോഗം നമ്മുടെ കുട്ടികൾ ഏത് തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ? അങ്ങനെ കൊടികുത്തി വാണുകൊണ്ടിരിക്കുന്ന അധാർമികത നമ്മുടെ നാടിന്റെ പരിസരങ്ങളെ മുഴുവൻ തിന്മയുടെ ആഭിമുഖ്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു കുട്ടി സ്വപ്നം കാണണം, അവിടെ ഒരു കുട്ടി തന്റെ സ്വപ്നങ്ങളെ മാറോട് ചേർക്കണം, അവിടെ ഖുർആനിനെ നെഞ്ചോട് ചേർക്കാൻ അവന് സാധിക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. വിവാഹിതനായവനോടും അവിവാഹിതനായവനോടും ഒരുപോലെ ദുആ ചെയ്യാൻ പരിശുദ്ധ തിരുമേനി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെപ്പറ്റി, നിങ്ങളുടെ സന്താനങ്ങളെപ്പറ്റി, നിങ്ങളുടെ സഹധർമ്മിണികൾക്ക് വേണ്ടി ദുആ ചെയ്യണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ. അല്ലാഹുവേ, നീ നൽകുന്ന ഭാര്യ സന്താനങ്ങളെ ആക്കി മാറ്റണേ തമ്പുരാനെ. ഖുർറത അഅ്യുനിൻ, ഞങ്ങളുടെ കണ്ണിന്റെ കുളിർമയാക്കണേ തമ്പുരാനെ. എപ്പോഴാണ് നമ്മുടെ ഭാര്യ നമ്മുടെ കണ്ണിന്റെ കുളിർമയാകുന്നത്? എപ്പോഴാണ് നമ്മുടെ മക്കൾ നമ്മുടെ കണ്ണിന്റെ കുളിർമയാകുന്നത്? വിവാഹിതനാകാൻ പോകുന്ന, വിവാഹപ്രായമെത്തിയ പൊന്നുമോന് വേണ്ടി പ്രപ്പോസൽ കടന്നു വരികയാണ്. ഏതോ ഒരു മുറച്ചെറുക്കനായി നാട്ടിലൂടെ അവൻ ഊരിച്ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവനൊരു കല്യാണ അന്വേഷണം കടന്നു വരുമ്പോ അങ്ങാടി കവലയിൽ പോയി ഇവനെപ്പറ്റി അന്വേഷിക്കാൻ പെൺകുട്ടിയുടെ രക്ഷിതാവും ബന്ധുക്കളും അങ്ങാടിയിലേക്ക് കടന്നു വരികയാണ്.
അതളൂര് അങ്ങാടിയിൽ ഇരിക്കുന്ന അവനെ പറ്റി പെൺകുട്ടിയുടെ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഇവന്റെ കയ്യിലേക്കാണല്ലോ ഞങ്ങളുടെ പൊന്നുമോളെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ളത്. അതുകൊണ്ട് ഇവന്റെ പശ്ചാത്തലം പഠിക്കണം, ഇവന്റെ പശ്ചാത്തലങ്ങളെ പറ്റി അന്വേഷണം നടത്തണം. അതിനുവേണ്ടിയാണ് പിതാവും ഈ പെൺകുട്ടിയുടെ ബന്ധുമിത്രാദികളും ഈ ചെറുപ്പക്കാരന്റെ നാട്ടിലേക്ക് ഇവനെ പറ്റി അന്വേഷണം നടത്താൻ കടന്നു വരുന്നത്. അന്വേഷിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. പറഞ്ഞവരെല്ലാം നല്ലതാണ് പറഞ്ഞത്, ഇവനെപ്പറ്റി കേട്ടതെല്ലാം നല്ലതാണ് കേട്ടത്. അതിൽ രാഷ്ട്രീയ വ്യത്യാസം പോലുമില്ലാതെ, ആദർശത്തിന്റെ വ്യത്യാസം പോലുമില്ലാതെ, സംഘടനയുടെ വൈചാത്യം പോലുമില്ലാതെ എല്ലാ ആളുകളും ഇവനെപ്പറ്റി 100 നാവാൻ. എല്ലാവരും അർത്ഥശങ്കക്കിടയില്ലാതെ അവൻ നല്ല കുട്ടിയാണ് എന്ന്, നല്ല ചെറുപ്പക്കാരനാണ് എന്ന്, നിങ്ങളുടെ മകളെ ധൈര്യമായി അവന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തോ എന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരനെ പറ്റി പാർട്ടി ഭേദമന്യേ, ആദർശ ഭേദമന്യേ നാട്ടുകാരെല്ലാം പറയാൻ തുടങ്ങിയാൽ ഏതാണ് ഈ ചെറുപ്പക്കാരൻ? ആ ചെറുപ്പക്കാരന്റെ ഉമ്മക്ക് നെഞ്ചത്ത് കൈ വെച്ചിട്ട് പറയാവുന്നതാണ്, അൽഹംദുലില്ലാഹ്. കാരണം വഹബലി വലദല്ലം യഅസുല്ലാഹ അബദ. അബൂ യസീദുൽ ബിസ്താമി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ, മകൻ മരിച്ചുപോയി. മകൻ മരിച്ചുപോയത് എങ്ങനെയാണ്? കാട്ടിലുള്ള പിടിമൃഗങ്ങൾ തിന്നിട്ടാണ് മകൻ നഷ്ടപ്പെട്ടു പോയത്. ബഹുമാനപ്പെട്ട പിതാവായ അബൂ യസീദുൽ ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുമ്പിലേക്ക് അങ്ങയുടെ പുത്രൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് എന്ന വാർത്ത പറയാൻ ആളുകൾ കടന്നു വന്നപ്പോ ഈ മഹാനായ പണ്ഡിതൻ ദുആ ചെയ്തത് ഇങ്ങനെയാണ്, അൽഹംദുലില്ലാഹില്ലദീ വഹബലി വലദൻ ലം യഅസുല്ലാഹ അബദാ. ഇത്രകാലം അല്ലാഹുവിനോട് എതിര് ചെയ്യാത്ത ഒരു പുത്രനെ അവൻ എനിക്ക് നൽകിയിരിക്കുകയാണ്. ആ അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയാൻ ഈ പിതാവ് സന്നദ്ധനായത്രേ. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഇന്ന് മക്കൾ വലിയൊരു പ്രശ്നമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ പറ്റി അനുഗ്രഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ശാപാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സന്താനവും സമ്പത്തും നിങ്ങൾക്ക് ഫിത്നയാണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, അതും അല്ലാഹു തആലയാണ് പറഞ്ഞത്. ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം പല ആളുകളും സൂറത്തുൽ കഹ്ഫിലൂടെ പാരായണം ചെയ്തൊരു ആയത്താണത്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, സന്താനവും സമ്പത്തും ഈ ദുനിയാവിന്റെ ഭംഗിയാണ്, ബ്യൂട്ടിയാണ്, ചമൽക്കാരമാണ്. दूर दुनिया का मेरे दम से अंधेरा जाए, हर जगह मेरे चमकने से उजाला हो जाए. मेरे अल्लाह बुराई से बचाना मुझको, नेक जो राह हो उस राह पर चलाना मुझको. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇന്ന് ലോകത്തോട് വിളംബരം ചെയ്യണം. ആ കുട്ടികൾ തന്റെ ഇംഗിതങ്ങളെ വെളിപ്പെടുത്തണം.